ഓണക്കാലമാണ് വരുന്നത്. ഒരുപാട് മാസത്തെ കുടിശ്ശികയുണ്ട്, പെൻഷനുണ്ട്. അതൊന്നും കൊടുക്കാൻ കേരള സർക്കാർ തയ്യാറാകുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ തൊഴിൽ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള FITUവിന് സാധിച്ചിട്ടുണ്ട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയന്റെ 3ാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ തീയതികളിലായി പെരിന്തൽമണ്ണ NGO ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. FITU ദേശീയ ജനറൽ സെക്രട്ടറി ജോസഫ് ജോൺ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തൊഴിലിനും തൊഴിലവകാശങ്ങൾക്കും വേണ്ടി പോരാടുക എന്ന മുദ്രാവാക്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് FITU സംസ്ഥാന സമ്മേളനം പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ 2 ദിവസങ്ങളിലായി NGO ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. FITU ദേശീയ ജനറൽ സെക്രട്ടറി ജോസഫ് ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് വാലേരി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും ഉജ്ജ്വലമായ നവോത്ഥാന പോരാട്ടം നടന്ന ജില്ലയാണ് മലപ്പുറം ജില്ല എന്നും ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായി നിരവധി പോരാട്ടങ്ങൾ നടത്തിയ ജില്ലയിലെ പ്രധാന താലൂക്കുകളിലൊന്നാണ് പെരിന്തൽമണ്ണയെന്നും അതിനാലാണ് പെരിന്തൽമണ്ണയിൽ തന്നെ FITUവിന്റെ 3ാം സംസ്ഥാന സമ്മേളനം നടത്താൻ തീരുമാനിച്ചതെന്നും FITU സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ പറഞ്ഞു. ഈ മലപ്പുറം ജില്ലയിലെ വ്യത്യസ്തങ്ങളായ താലൂക്കുകളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ടുള്ള ചരിത്രപരമായ മുന്നേറ്റ സമരങ്ങൾ നടത്തി അവരിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഒരു പ്രദേശം കൂടിയാണ് ഈ പെരിന്തൽമണ്ണ ഉൾപ്പെടുന്ന നമ്മുടെ ഈ മലപ്പുറം ജില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചരിത്രപരമായ വൈദേശിക ശക്തികൾക്കെതിരായി, ജന്മിത്ത ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരായി ചരിത്രപരമായ തൊഴിലാളികളുടെ ഐതിഹാസികമായ പോരാട്ടം നടന്ന ഒരു മണ്ണിലാണ് നമ്മൾ FITUവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രപരമായ 3ാം സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തോളമായി തൊഴിലാളി വിരുദ്ധ കോർപ്പറേറ്റ് അനുകൂല ഫാസിസ്റ്റ് ഗവൺമെന്റാണ് അധികാരത്തിലുള്ളത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ റദ്ദ് ചെയ്യുകയും പകരം പുതിയ 4 ലേബർ കോഡുകളാക്കി മാറ്റുകയും ചെയ്തു. തൊഴിലാളികളുടെ സംഘടിക്കുവാനുള്ള അവകാശം മുതൽ തൊഴിൽ സമയം 8 മണിക്കൂറിൽ നിന്ന് 12 മണിക്കൂർ ആക്കിയതടക്കമുള്ള തികച്ചും തൊഴിലാളി വിരുദ്ധമായ നിലപാടുകളാണ് ഈ ലേബർ കോഡുകളിലൂടെ സർക്കാർ നടപ്പിലാക്കുന്നതെന്നും FITU സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ പറഞ്ഞു. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന് പറയുന്ന മഹത്തായ തൊഴിലാളികളെ അടിച്ചമർത്തി ഭരിച്ചിരുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് തൊഴിലാളികൾക്ക് അത്തരം അവകാശങ്ങൾ ലഭ്യമാകുന്നത്. ആ അവകാശങ്ങളെയാണ് 8 മണിക്കൂർ ജോലി എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിലെ തൊഴിലിടങ്ങളിൽ 12 മണിക്കൂറും 15 മണിക്കൂറും 20 മണിക്കൂറുമായി വർദ്ധിപ്പിച്ചിട്ട് അതിനെതിരെ കൃത്യമായ നിലപാടുകൾ എടുക്കാൻ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ മുഖ്യധാര ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും വിമുഖത കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അവിടെയെല്ലാം ശക്തമായി പ്രതികരിക്കുവാൻ, കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ തൊഴിൽ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള FITUവിന് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ തൊഴിലാളി വിരുദ്ധം മാത്രമല്ല ജനവിരുദ്ധമാണെന്നും ക്ഷേമനിധിയുടെ പേരിൽ ഇന്ധന സെസ് ഏർപ്പെടുത്തുകയും എന്നാൽ വർഷങ്ങളായി പല ക്ഷേമനിധി ബോർഡുകളും ആനുകൂല്യം വിതരണം ചെയ്യാതിരിക്കുകയും ചെയ്തതിലൂടെ ഈ സർക്കാർ തൊഴിലാളികളെ വെല്ലുവിളിച്ചിരിക്കുകയാണെന്നും FITU സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ കൂട്ടിച്ചേർത്തു. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നമുക്കറിയാം തൊഴിലിടങ്ങളിലടക്കം വലിയ തൊഴിലാളികളുടെ താല്പര്യങ്ങളെ റദ്ദ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. നമുക്കറിയാം ഇവിടെ ക്ഷേമനിധി ഓഫീസുകളുടെ മുമ്പിൽ FITU നടത്തിയിട്ടുള്ള പല സമരങ്ങളെയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ. ക്ഷേമനിധി, കേരള ഗവൺമെന്റ് ഇവിടുത്തെ ക്ഷേമനിധിയിലൂടെ ക്ഷേമനിധി അടച്ച തൊഴിലാളികൾക്ക് അവർക്ക് പെൻഷൻ കൊടുത്തിട്ടില്ല, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല. ഓണക്കാലമാണ് വരുന്നത്, ഒരുപാട് മാസത്തെ കുടിശ്ശികയുണ്ട്, പെൻഷനുണ്ട്. അതൊന്നും കൊടുക്കാൻ കേരള സർക്കാർ തയ്യാറാകുന്നില്ല. കോടിക്കണക്കിന് രൂപ ഇവിടെ തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് സെസ് ഏർപ്പെടുത്തിയിട്ട് പോലും, അങ്ങനെ കോടിക്കണക്കിന് രൂപ ലഭിച്ചിട്ട് പോലും ഇടതുപക്ഷ സർക്കാർ തൊഴിലാളികളുടെ അവകാശങ്ങൾ കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം ആണുള്ളത്. ക്രോണിക് ക്യാപിറ്റലിസത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന തൊഴിലിനും തൊഴിലവകാശങ്ങൾക്കും വേണ്ടി പോരാടുക എന്ന മുദ്രാവാക്യം പ്രസക്തമാണ്. അടിസ്ഥാന ജനവിഭാഗം നയിക്കുന്ന ജീവിത ദുരിതങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്നാണ് ഈ മുദ്രാവാക്യത്തിലൂടെ സമ്മേളനം പ്രഖ്യാപിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ FITU സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ, FITU സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലീം മമ്പാട്, സംസ്ഥാന ട്രഷറർ PH ഉസ്മാൻ, സംസ്ഥാന സെക്രട്ടറി PJ ഷാനവാസ്, ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചാനൽ 10
പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.